റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം നഗരത്തിലെ വിൻസർ രാജധാനി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 23 ജീവനക്കാരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ആരോഗ്യവകുപ്പിനും പോലീസിനും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം കുടിവെള്ളത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത് എന്ന് ഹോട്ടൽ അധികൃതർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കഴിച്ചതിൻ്റെ പിറ്റേന്ന് രാത്രി തൊട്ട്, പിറ്റേന്ന് കുഴപ്പമില്ല, അതിൻ്റെ അന്ന് രാത്രി തൊട്ട് എല്ലാവർക്കും ഏകദേശം ഒരു 22ഓളം പേർക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി. ഈ ഫുഡിൻ്റെ പ്രശ്നം തന്നെയാണ് കാരണം. ഞങ്ങൾ മൊത്തത്തിൽ ഇത്ര പേരെ വേറെ എങ്ങും ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഇവിടെ നിന്നാണ് കഴിച്ചത്. ആരോഗ്യവകുപ്പ് ബന്ധപ്പെട്ടുണ്ട്, കോർപ്പറേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ടുണ്ടായിരുന്നു, അവർ അന്വേഷണത്തിന് വേണ്ടിയിട്ട് 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വെളുപ്പിന് 5 മണിക്ക് ഞാൻ എണീക്കുമ്പോഴത്തേക്ക് നല്ല കഠിനമായ വേദനയുണ്ടായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് വൊമിറ്റിങ്ങും ഉണ്ടായി. 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക് തന്നു. അത് കഴിച്ചപ്പോഴത്തേക്ക് കുറവുണ്ട്, എന്നാലും വയറുവേദന ഇപ്പോഴും ഉണ്ട്. സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. സുനിഷ, 23 പേർക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ ഹോട്ടൽ അധികൃതർ നൽകുന്ന വിശദീകരണം? എന്താണ് ആരോഗ്യവകുപ്പിൽ നിന്ന് കിട്ടുന്ന വിവരം? മധു, ഒരു ഫംഗ്ഷന്റെ ഭാഗമായാണ് ബാലസാഹിത്യ അക്കാദമിയിലെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു 30ഓളം ആളുകൾ ഈ വിൻസർ രാജധാനി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് ഫെബ്രുവരി 26-നാണ്. 27-ാം തീയതിയാണ് ഇവർക്ക് അസ്വസ്ഥതയുണ്ടാകുന്നത്. പിന്നാലെ തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങനെ ചികിത്സ തേടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ തന്നെ പരസ്പരം പറഞ്ഞപ്പോഴാണ് ഈ ഭക്ഷണത്തിൽ നിന്നാകാം, ഇവിടെ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്നാകാം ഇത്തരത്തിൽ ഈ ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നതടക്കമുള്ള സംശയത്തിലേക്ക് കടക്കുന്നത്. പിന്നാലെ തന്നെ ഇവർ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടിരുന്നു. ഹോട്ടൽ അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹോട്ടൽ ഉടമ തന്നെ പറയുന്നത്. നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ്. പക്ഷേ ഇപ്പോഴും പലർക്കും ഈ അസ്വസ്ഥതയുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോഴും പലരും ആശുപത്രിയിൽ കാണിക്കുന്ന സ്ഥിതിയാണ് എന്നുള്ളതാണ്. ഇന്ന് 7ഓളം പേർക്കാണ് ഇത്തരത്തിൽ അസ്വസ്ഥത ബാധിക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. അങ്ങനെ നിലവിൽ ഇപ്പോൾ കമ്മീഷണർക്കും ആരോഗ്യ വിഭാഗത്തിനും എല്ലാം തന്നെ കത്ത് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം ഇവിടെ എത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം ഈ ഹോട്ടൽ അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. ശേഷം എന്തിൽ നിന്നാണ്, ഏത് ഭക്ഷണത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്ന് പരിശോധിച്ചിരുന്നു. പിന്നാലെയാണ് കുടിവെള്ളത്തിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്ന് മനസ്സിലായിരിക്കുന്നത്. ഹോട്ടൽ ഉടമ തന്നെയാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അവർ ഈ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിൽ ചില ബാക്ടീരിയകളുടെ അംശം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളത്തിന്റെ ലഭ്യത കുറച്ച് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വെള്ളം എത്തിച്ചിരുന്നു എന്നുള്ളത് ഹോട്ടൽ ഉടമ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പേരാണ് എന്തായാലും ചികിത്സ തേടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോവുകയുമാണ്. അന്വേഷണം പുരോഗമിക്കും. എന്തായാലും ആരുടെയും ആരോഗ്യാവസ്ഥ അത്ര മോശമല്ല എന്നുള്ളതാണ്